എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിനി ആൻ്റണി. ഞാനിവിടെ ബാംഗ്ലൂർ ജയനഗർ യുണൈറ്റഡ് ഹോസ്പിറ്റലിൽ ചീഫ് ഓഫ് നഴ്സിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങൾ കുറച്ച് പേരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടാവും. ഫേസ്ബുക്കിൽ ഞാൻ ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്, കുറച്ച് വീഡിയോസും ഡാൻസും ഇതൊക്കെ ആയിട്ട്. പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രത്യേകമായ ഒരു മെസ്സേജുമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷനുമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഹെൽത്ത് ചെക്കപ്പ്, പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പലർക്കും അറിയില്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് ഞാൻ എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ടെസ്റ്റും ചെയ്യാത്തവരുണ്ട്, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ടെസ്റ്റ് ചെയ്ത് 5 വർഷവും 10 വർഷമൊക്കെ ആയിട്ട് ഒരു ടെസ്റ്റും ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു അവയർനെസ്, എനിക്കറിയാവുന്ന അറിവ് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് വേണ്ട ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു അസുഖത്തിൻ്റെ ആവശ്യമില്ല. ഏറ്റവും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ നമ്മൾ കേട്ടേക്കണേ. അതായത് എന്തെങ്കിലും വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നേരത്തെ അതിനുള്ള എന്തെങ്കിലും ചാൻസുകൾ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും തുടക്കം നമ്മൾ നേരത്തെ അറിഞ്ഞ് ഇരുന്നാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എളുപ്പമാണ്. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ 4ാമത്തെ സ്റ്റേജൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിനുള്ള സക്സസ് റേറ്റും സർവൈവൽ റേറ്റും ഒക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. എൻ്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള 48 വയസ്സ് ആയിട്ടുള്ള ആളുകൾ എന്തായാലും ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്നല്ല ഞാൻ പറയണേ, ഒരു 35 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ ഇയർലി വൺസ് നമ്മളൊരു പാക്കേജ് എടുത്ത് ആ ഒരു പൈസ നഷ്ടമായിട്ട് നമ്മൾ വിചാരിക്കരുത്. നമുക്ക് ഏറ്റവും എല്ലാ സമ്പത്തിനേക്കാളും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് എന്താ? നമ്മുടെ ഹെൽത്താണ്. ഹെൽത്ത് ഇല്ലെങ്കിൽ എല്ലാം തീർന്നു. എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. നമുക്കൊക്കെ ഇടയ്ക്ക് ഒരു പനി വരുമ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട പോലെയല്ലേ. അപ്പോൾ നമ്മൾ ആലോചിക്കും ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനം ഹെൽത്ത് ആണെന്നുള്ളത്, നമുക്ക് ആ ഒരു ചിന്ത വരും. അപ്പോൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ അതിലുൾപ്പെടുന്ന ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, പിന്നെ ECG, ഹാർട്ടിൻ്റെ ടെസ്റ്റുകൾ, ലങ്സ്, PFT, അതുകൂടാതെ മാമോഗ്രാം, സോണോ മാമോഗ്രാം, പിന്നെ പാപ്സ്മിയർ, ഇതെല്ലാം ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത മറ്റു മുഴകൾ, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടോ, ഷുഗർ ഉണ്ടോ, നമ്മുടെ തൈറോയിഡ് എങ്ങനെയാണ്, നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടോ, ഇതൊക്കെ നേരത്തെ നമ്മൾ അറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുറച്ച് നാളും കൂടി ഈ ലോകത്ത് ജീവിച്ചിരിക്കാം. അല്ലെങ്കിൽ എല്ലാം കയറി മറിഞ്ഞ് എല്ലാത്തിൻ്റെയും അവസാനത്തെ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. പിന്നെ നമ്മൾ ഡോക്ടേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അവർക്കും പരിധികളുണ്ട്. അവരും മന്ത്രവും മാജിക്കും ഒന്നും അല്ല ചെയ്യണത്. അവരും ഇതുപോലെ ഡയഗ്നോസിസ് ടെസ്റ്റുകൾ ചെയ്ത് കറക്റ്റ് ഡയഗ്നോസിസ് അറിഞ്ഞ് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റാണ് അവരും ചെയ്യുന്നത്. അവർ പഠിച്ചതും അവരുടെ നോളജ് ലെവലും വെച്ചിട്ട് റൈറ്റ് ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ നേരത്തെ അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ യുണൈറ്റഡ് ഹോസ്പിറ്റലിൽ വളരെ ഫീസിബിൾ ആയിട്ടുള്ള ഒരു റേറ്റ്, വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് എല്ലാ പാക്കേജുകളും വച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ എല്ലാ വർഷവും മിനിമം എല്ലാ ബേസിക് ടെസ്റ്റുകളും നമ്മൾ ചെയ്യണം. അതുകൂടാതെ ഇപ്പോൾ ഓൾറെഡി നമ്മൾക്കൊരു ഹാർട്ട് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഓൾറെഡി നമുക്കുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ എവറി 3 months അതിന് വേണ്ട ടെസ്റ്റുകൾക്ക് മാത്രമുള്ള പാക്കേജ് കമ്പാരിറ്റീവ്ലി വളരെ റീസണബിൾ റേറ്റിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, എൻ്റെ ഹോസ്പിറ്റലിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള വീഡിയോ അല്ല. എനിക്കറിയാവുന്ന അറിവുകൾ ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രം. കാരണം ഈയിടെയായിട്ട് ഞാൻ എൻ്റെ ടെസ്റ്റ് 2 ദിവസം മുമ്പ് ചെയ്തിരുന്നു. എല്ലാ വർഷവും ജനുവരി, ഫെബ്രുവരി ഒരു സമയത്ത് ഇയർ എൻഡിന് മുൻപ്, ഫിനാൻഷ്യൽ ഇയർ എൻഡിന് മുൻപ് ഈ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഹസ്ബൻഡിന് കോർപ്പറേറ്റ്, അവർക്ക് അവിടെ നിന്നുള്ള അവർക്ക് എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം. എൻ്റെ ഹോസ്പിറ്റലിൽ മാനുവൽ ചെക്കപ്പ് ഉണ്ട്. എന്നിരുന്നാലും എല്ലാ ടെസ്റ്റുകളും അതിൽ കവർ ചെയ്യാത്തത് കൊണ്ട് കംപ്ലീറ്റ് ഒരു ഹെൽത്ത് ചെക്ക് ഇയർലി വൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്.
മറ്റെന്തിനേക്കാളും നമുക്ക് ഒരുപാട് സമ്പത്ത് അല്ലെങ്കിൽ സ്വർണം, കാറ്, വലിയ വീട്, ഇതൊക്കെ ഒന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഹെൽത്ത് ആണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഹെൽത്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു വർഷം ഒരു 10,000 റുപ്പീസ് എന്ന് പറഞ്ഞത് അത് ഒന്നുമല്ല അല്ലേ. വർഷത്തിൽ നമ്മൾ എത്ര രൂപ ഒരു ദിവസം കൂട്ടി വെച്ചാൽ പോലും ഇയർലി വൺസ് നമുക്ക് അതൊക്കെ ഈസി ആയിട്ട് ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ആരും അതിനൊരു പിശുക്ക് വിചാരിക്കാണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ, ഇപ്പം നാട്ടിലുള്ളവർ, കേരളത്തിലുള്ളവരാണെങ്കിൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ, ഇത് ഒരുമാതിരി ഉള്ള ഹോസ്പിറ്റലിലെല്ലാം പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് ചെയ്യാം. നമുക്കിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ഓക്കെയാണ്, എല്ലാം നോർമലാണെങ്കിൽ നമുക്ക് സന്തോഷം. നമുക്ക് പിന്നീടുള്ള നമ്മുടെ ലൈഫിൽ ഒരുപാട് എനർജിയും കോൺഫിഡൻസും ഒക്കെ നമുക്കുണ്ടാവും. അത് കൂടാതെ ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് അത് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഷുഗർ, പ്രഷറൊക്കെ ആണെങ്കിൽ അതൊരു ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ ബോഡിയിൽ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെഡിക്കേഷൻസ്, എക്സർസൈസ്, ഡയറ്റ്, ഇതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രിക്കോഷൻസ് നമുക്കെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ പ്രഷറൊക്കെ കൂടിപ്പോയാൽ അറിയാലോ, പ്രഷറൊക്കെ നോർമൽ ലെവലിനേക്കാളും ഒരു കൂടുതൽ ഹൈപ്പർ ടെൻഷൻ ലെവലിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്ട്രോക്ക് ആയിരിക്കും വരിക. അപ്പോൾ സ്ട്രോക്കൊക്കെ വന്നിട്ടുള്ള ഓരോ മനുഷ്യരുടെ അവസ്ഥകളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് ഹെൽത്ത് ചെക്കപ്പ്. അത് ഇയർലി വൺസ് ഇയർലി വൺസ് അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കൽ നമ്മളത് ചെയ്തിരിക്കണം. എന്നിട്ട് അതിൻ്റെ റിപ്പോർട്ട്സുകൾ അനുസരിച്ചുള്ള ഒരു ലൈഫ്, മെഡിക്കേഷനും ട്രീറ്റ്മെൻറ്റും എക്സർസൈസും ഡയറ്റും ഇതൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇത്ര നേരം കേട്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു.